ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ചിത്രം വരക്കുന്നതോടുകൂടി നമുക്ക് ബഷീറിൻ്റെ ഒരു ജീവചരിത്രം കൂടി പഠിക്കാം കേട്ടോ. 1908 ജനുവരി 19 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ വൈക്കത്തിനടുത്ത് തടിക്കച്ചവടക്കാരനായ കോയി അബ്ദുറഹ്മാന്റെയും ഭാര്യ കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനാണ് ബഷീർ. അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ. പ്രാദേശിക മലയാളം മീഡിയം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനായി 5 മൈൽ അകലെയുള്ള വൈക്കത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർന്നു ഇദ്ദേഹം. ഈ സമയത്താണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് വൈക്കത്ത് സത്യാഗ്രഹം നടത്തിയപ്പോൾ അത് പിന്നീട് വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അനുയായിയാവുകയും ചെയ്തു. ഗാന്ധിയുടെ സ്വദേശി ആദർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഖാദി ധരിക്കാൻ തുടങ്ങി. ഗാന്ധി സഞ്ചരിച്ചിരുന്ന കാറിൽ കയറുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്പർശിക്കുകയും ചെയ്തതിനെ കുറിച്ചുള്ള തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ബഷീർ പിന്നീട് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര പങ്കാളിത്തം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ചേരാൻ അദ്ദേഹം തീരുമാനിച്ചു. 5ാം ഫോമിൽ ആയിരിക്കുമ്പോൾ സ്കൂൾ വിട്ടു മതേതര മനോഭാവത്തിന് പേര് കേട്ട ബഷീർ എല്ലാ മതങ്ങളോടും ആദരവോടെ പെരുമാറി. ഒരു നാട്ടുരാജ്യമായതിനാൽ കൊച്ചിയിൽ സജീവമായ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇല്ലാത്തതിനാൽ 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാൻ മലബാർ ജില്ലയിലേക്ക് പോയി. സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സംഘം അറസ്റ്റിലാവുകയും ചെയ്തു. ബഷീറിനെ 3 മാസത്തെ തടവിന് ശിക്ഷിച്ച് കണ്ണൂർ ജയിലിലേക്ക് അയച്ചു. ജയിലിൽ വച്ച് വധിക്കപ്പെട്ട ഭഗത് സിംഗ്, സുഖ്ദേവ് ഥാപ്പർ, ശിവറാം രാജ്ഗുരു തുടങ്ങിയ വിപ്ലവകാരിയുടെ വീരഗാഥകളിൽ നിന്ന് അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ടു. ഗാന്ധി ഇന്ത്യൻ ഉടമ്പടിയെടുത്ത് 1931 മാർച്ചിൽ 600 സഹതടവുകാരോടൊപ്പം അദ്ദേഹത്തിന്റെ മോചനം ലഭിച്ചു. സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനം സംഘടിപ്പിക്കുകയും ഉജ്ജീവനം എന്ന വിപ്ലവ ജേർണൽ എഡിറ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേരിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും അദ്ദേഹം കേരളം വിടുകയും ചെയ്തു. കേരളം വിട്ട് ഇന്ത്യയുടെ നീളവും പരപ്പും കടന്ന് ഏഷ്യയുടെയും ആഫ്രിക്കയിലെയും പല സംസ്ഥാനങ്ങളിലേക്കും 7 വർഷത്തോളം അദ്ദേഹം ഒരു നീണ്ട യാത്ര ആരംഭിച്ചു. അവനെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ സാധ്യതയുള്ള ഏത് ജോലിയും ചെയ്തു. തറി ഫിറ്റർ, ജോത്സ്യർ, പാചകക്കാരൻ, പത്രം വിൽപ്പനക്കാരൻ, പഴം വിൽപ്പനക്കാരൻ, സ്പോർട്സ് അക്കൗണ്ടന്റ്, വാച്ച്മാൻ, ഇടയാൻ, ഹോട്ടൽ മാനേജർ തുടങ്ങി ഹിന്ദു സന്യാസിമാരുടെയും സൂഫി മതവിശ്വാസങ്ങളുടെയും ഇടയിൽ സന്യാസിയായി ജീവിക്കുന്നത് വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജോലികൾ. ഹിമാലയത്തിലും ഗംഗാതടത്തിലും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും 5 വർഷത്തിലേറെയായി കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരണത്തെ മുഖാമുഖം കണ്ട കാലമുണ്ടായിരുന്നു. അജ്മീർ, പെഷവാർ, കാശ്മീർ, കൽക്കട്ട തുടങ്ങിയ നഗരത്തിൽ നിസ്സാര ജോലികൾ ചെയ്ത ശേഷം 1930കളുടെ മധ്യത്തിൽ ബഷീർ എറണാകുളത്തേക്ക് മടങ്ങി. ഹോട്ടലുകൾ, പാത്രങ്ങൾ കഴുകുന്നത് പോലെയുള്ള വിവിധ ജോലികൾ ചെയ്യുന്നതിനിടയിൽ കേരളത്തിൽ ഒരു ഏജൻസി വാഗ്ദാനം ചെയ്ത സിയാൽകോട്ടിൽ നിന്നുള്ള ഒരു കായിക ഉൽപ്പന്ന നിർമ്മാതാവിനെ അദ്ദേഹം കണ്ടുമുട്ടി. പിതാവിൻ്റെ ബിസിനസ് പാപ്പറായതും കുടുംബം ദാരിദ്ര്യമായതും കണ്ട് ബഷീർ നാട്ടിലേക്ക് മടങ്ങി. എറണാകുളത്തെ സിയാൽകോട്ട് സ്പോർട്സ് കമ്പനിയിലെ ഏജന്റായി ജോലി ചെയ്യാൻ തുടങ്ങിയെങ്കിലും സൈക്കിൾ അപകടത്തെ തുടർന്ന് താൽക്കാലികമായി നിർജീവമാക്കിയതോടെയാണ് ഏജൻസി നഷ്ടപ്പെട്ടു. സുഖം പ്രാപിച്ച് അദ്ദേഹം ജോലികൾക്കായുള്ള അനന്തമായ വേട്ട പുനരാരംഭിച്ചു. ജയകേസരി പത്രത്തിന്റെ എഡിറ്ററും അതിൻ്റെ ഏക ജീവനക്കാരനുമായ പത്രത്തിന്റെ ഓഫീസിലേക്ക് അയാൾ നടന്നു. ഓഫർ ചെയ്യാൻ ഒരു സ്ഥാനവുമില്ല. പക്ഷേ ബഷീർ പത്രത്തിന് ഒരു കഥ എഴുതിയാൽ
പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ബഷീർ ജയകേസരിക്ക് കഥകൾ എഴുതുന്നതിന് ഈ പേപ്പറാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ. എൻ്റെ തങ്കം, എൻ്റെ പ്രിയതമ 1937 പ്രസിദ്ധീകരിച്ചു. മലയാളം റൊമാൻറ്റിക് ഫിക്ഷനിലെ ഒരു വഴിത്തിരിവായിരുന്നു. അതിലെ നായിക ഇരുണ്ട നിറമുള്ള ഹഞ്ച്ബാക്ക്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥകൾ 1937 1941 ഇടയിൽ തിരുവനന്തപുരത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന നവജീവനിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. കോട്ടയത്ത് 1941-42 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പെട്ടു. പിന്നീട് കൊല്ലം കസബ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു ലോക്കപ്പിലേക്ക് മാറ്റി. അവിടെയുള്ള പോലീസുകാരിൽ നിന്നും തടവുകാരിൽ നിന്നും അദ്ദേഹം കേട്ട കഥകൾ പിന്നീടുള്ള കൃതികളിൽ പ്രത്യക്ഷപ്പെട്ടു. ലോക്കപ്പിൽ തന്നെ അദ്ദേഹം കുറച്ചു കഥകൾ എഴുതി. വിചാരണകാലത്ത് ദീർഘനേരം ലോക്കപ്പിൽ ചെലവഴിച്ച അദ്ദേഹം വിചാരണയ്ക്ക് ശേഷം 2 വർഷവും 6 മാസവും തടവിന് ശിക്ഷിക്കപ്പെട്ടു. ഇയാളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ജയിലിൽ ആയിരിക്കുമ്പോൾ ബാല്യകാല സഖി പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് MP പോളിനെ അദ്ദേഹം വിലക്കി. അദ്ദേഹം തൻ്റെ കാലാവധി പൂർത്തിയാക്കി പ്രേമലേഖനം 1943 എഴുതുകയും അത് പുറത്തിറങ്ങുമ്പോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 1944 പോളിൻ്റെ ആമുഖത്തോടെ കൂടുതൽ പുനരവലോകനങ്ങൾ ശേഷം ബാല്യകാല സഖി പ്രസിദ്ധീകരിച്ചു. AK സാനു, നിരൂപകനും ബഷീറിൻ്റെ സുഹൃത്തും MP പോളിൻ്റെ ആമുഖം അദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതം വളർത്തിയെടുക്കുന്നതിൽ കാര്യമായ പങ്കുവഹിച്ചതായി പിന്നീട് പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു കരിയർ ഉണ്ടാക്കി. തുടക്കത്തിൽ കൃതിയും സ്വയം പ്രസിദ്ധീകരിക്കുകയും അവ വിൽക്കാൻ വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എറണാകുളത്ത് 2 ബുക്ക് സ്റ്റാളുകൾ നടത്തിയിരുന്നു. സർക്കിൾ ബുക്ക് ഹൗസും പിന്നീട് ബഷീറിൻ്റെ ബുക്ക് സ്റ്റാളും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം സജീവ രാഷ്ട്രത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം ധാർമ്മികതയുടെയും രാഷ്ട്രീയ സാമൂഹികതയുടെയും കുറിച്ചുള്ള ആശങ്കകളുണ്ട്. 1958 ബഷീറിന് 48 വയസ്സിലും വധു ഫാത്തിമയ്ക്ക് 20 വയസ്സിലും ആയിരുന്നു വിവാഹം. ദമ്പതികൾക്ക് അനീസ് എന്ന മകനും ഷാഹിന എന്ന മകളും ഉണ്ടായിരുന്നു. കുടുംബം കോഴിക്കോട്ടെ തെക്കേ അറ്റത്തുള്ള ബേപ്പൂരിലാണ് താമസിച്ചിരുന്നത്. ഈ കാലയളവിൽ അദ്ദേഹത്തിന് മാനസിക രോഗവും ബാധിച്ചു. 2 തവണ മാനസിക രോഗ കേന്ദ്രത്തിൽ പ്രവേശിച്ചു. തൃശ്ശൂരിലെ ഒരു മാനസിക രോഗാശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ അദ്ദേഹം തൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതികളിലൊന്നായ പാത്തുമ്മയുടെ ആട് എഴുതിയത് 1962 വിവാഹശേഷം ബേപ്പൂരിൽ സ്ഥിരതാമസമാക്കിയപ്പോഴാണ് ഭ്രാന്തിൻ്റെ 2ാമത്തെ സ്പെൽ സംഭവിച്ചത്. 2 തവണയും അദ്ദേഹം സുഖം പ്രാപിച്ചു. തൻ്റെ രചനകൾ തുടർന്നു. സുൽത്താനായി ബേപ്പൂരിൽ തൻ്റെ പിൽക്കാലത്തെ ജീവിതത്തെ കുറിച്ച് എഴുതിയതിനു ശേഷം ബേപ്പൂരിൽ സുൽത്താൻ എന്ന ബഹുമതി നേടി. ബഷീർ 1994 ജൂലൈ 5 ഭാര്യയും മക്കളുമായി അവിടെ മരിച്ചു. ഫാബി ബഷീർ 2 പതിറ്റാണ്ടിലേറെയായി ജീവിച്ചു. 2015 ജൂലൈ 15 77-ാം വയസ്സിൽ ന്യൂമോണിയ ആക്രമണത്തെ തുടർന്നുള്ള സങ്കീർണതയ്ക്ക് കീഴടങ്ങി. ബഷീറിൻ്റെ ഭാഷാശൈലി. പാരമ്പര്യേതര ഭാഷാശൈലിയാണ് ബഷീർ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം സാഹിത്യ ഭാഷയിലും സാധാരണക്കാർ സംസാരിച്ചിരുന്ന ഭാഷയിലും തമ്മിൽ വേർതിരിച്ചില്ല. കൂടാതെ തൻ്റെ വാക്യങ്ങളുടെ വ്യാകരണപരമായ കൃതികളെ കുറിച്ച് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസാധകർ പോലും ഈ ഭാഷയുടെ സൗന്ദര്യത്തെ വിലമതിച്ചിരുന്നില്ല. അവർ സംഭാഷണങ്ങൾ എഡിറ്റ് ചെയ്യുകയോ പരിഷ്കരിക്കുകയോ ചെയ്തു. പുതുമയും സ്വാഭാവികമായ ഒഴുക്കും ഇല്ലാത്ത തൻ്റെ യഥാർത്ഥ രചനകൾ സ്റ്റാൻഡേർഡ് മലയാളത്തിലേക്ക് പകർത്തിയതിൽ പ്രകോപിതനായ ബഷീർ എഡിറ്റ് ചെയ്തതിന് പകരം ഒറിജിനൽ പ്രസിദ്ധീകരിക്കാൻ അവരെ നിർബന്ധിച്ചു. ബഷീറിൻ്റെ സഹോദരൻ അബ്ദുൽ ഖാദർ മലയാളം അധ്യാപകനായിരുന്നു. ഒരിക്കൽ ഒരു കഥ വായിക്കുമ്പോൾ അദ്ദേഹം ബഷീറിനോട് ചോദിച്ചു, ഇതിൽ എവിടെയാണ് ആഖ്യങ്ങളും ആഖ്യാതങ്ങളും? ഞാൻ സാധാരണ മലയാളത്തിലാണ് എഴുതുന്നത്. ആളുകൾ എങ്ങനെ സംസാരിക്കും? അതിൽ നിങ്ങളുടെ മണ്ടത്തരം ആഖ്യയും ആഖ്യാതയും കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് ബഷീർ ആക്രോശിച്ചു.
വ്യാകരണമൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം ഗ്രാമഭാഷയിൽ മാത്രമുള്ള ബഷീറിന്റെ ശൈലിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മലയാളത്തിൽ തനിക്കുള്ള അറിവില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം തമാശയ്ക്കുള്ള പരാമർശങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ആഴത്തിലുള്ള